ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 7ാമത്തെ ദിവസമാണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കാശിയിൽ. ഇന്ന് നമുക്ക് 12 മണിക്കാണ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇവിടെ നേരെ ട്രിവാൻഡ്രം. അപ്പോൾ കാശിയിൽ നല്ല നല്ല എക്സ്പീരിയൻസ് കിട്ടി, പുതിയ അനുഭവങ്ങൾ കിട്ടി. പോണ വഴിക്ക് നമുക്ക് കൂടെ ഉള്ളവരെടുത്ത് അനുഭവങ്ങൾ ചോദിക്കാം എങ്ങനെയാണെന്ന്. എന്തായാലും ഇപ്പം പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയമായി, ഇപ്പം തന്നെ 10:30 ആയി. 11 മണിക്ക് എയർപോർട്ടിൽ എത്തണം. ഗൈസ് പാക്കിംഗ് ഒക്കെ ഏകദേശമായി. ഞാൻ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാവരും ഇറങ്ങുന്ന തിരക്കാണ്. വന്ന വണ്ടി സ്വിഫ്റ്റാണ്, നല്ല ക്ലീനാണ് വണ്ടി. ഇവിടെ അത്യാവശ്യം നല്ലൊരു സർവീസാണ് ഊബർ നടത്തണം. യു-പിയിൽ കുഴപ്പമൊന്നുമില്ല. റിംഗ് റോഡ് എയർപോർട്ട് ജോൺപൂർ ലെഫ്റ്റ്. എയർപോർട്ടിൽ പോകണ വഴിക്കാണ്. അത്യാവശ്യം ബ്ലോക്കുണ്ട്. നമ്മൾ NH കയറി നേരെ ആഗ്ര, ലക്നൗ, ഡൽഹി ആ റൂട്ടിലാണ്. BHEL UP. ഇന്ന് ഭാരത് ഇത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണിത്. പോണ വഴിക്ക് 2-3 കമ്പനി കണ്ട് പോണ വഴിക്ക്. മാമ ഒരേ പൊളിയല്ലേ കാറിൽ, ഫുള്ള് ഗ്യാപ്പടി. നല്ല ക്ലിയർ, നല്ല ക്ലീനാണ്. അത് കണ്ട NH ഒരു ഹനുമാൻ. വ്യൂ എയർപോർട്ട് എത്താറായി. ഇനിയൊരു 10 മിനിറ്റും കൂടെ ഉള്ളൂ എയർപോർട്ടിൽ. അതൊന്ന് ഹോസ്പിറ്റൽ എന്തോ. നേരെ ലക്നൗ, സുൽത്താൻപൂർ ലക്നൗ. ഓ എന്നതിലാണോ പണം വരച്ചിരിക്കണ? ഒരു നന്ദി. ടെർമിനൽ 3 പുതിയ എയർപോർട്ടല്ലേ? ഗൈസ് എയർപോർട്ടിന്റെ എൻട്രൻസ് ആണ്. വെൽക്കം ടു ലാൽ ബഹദൂർ ശാസ്ത്രി इंटरनेशनल एयरपोर्ट वाराणसी. डेवलपमेंट प्रोग्राम का चलता है, एक्सटेंशन है इसमें अभी एक ही में है, वो भी उसको कर रहे हैं, वो सेपरेट करेगा. हाँ सेपरेट करेंगे. ठीक है, അത് इंटरनेशनल वगैरह लगाए ना उस तरह उस तरह. അത് ഞാൻ പറഞ്ഞു. അപ്പുറത്ത് കൺസ്ട്രക്ഷൻ നടന്നു, പുതിയ എയർപോർട്ട്. കൊള്ളാമല്ലേ എയർപോർട്ട്? ഇത് പഴയ എയർപോർട്ടാണ്. പുതിയത് അപ്പുറത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്ന വഴി തന്നെ റൈറ്റ് സൈഡിൽ. അങ്ങനെ വണ്ടി സെറ്റിൽ ചെയ്ത് എയർപോർട്ടിലോട്ട് കയറാൻ പോകും. കൊള്ളാം, വലിയ എയർപോർട്ട് കേട്ടോ. പക്ഷെ പഴയതാണ്. പുതിയത് അപ്പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്, വാരണാസി. നമുക്ക് ഡീറ്റെയിലാണ് എൻട്രി ചെയ്യേണ്ടത്.
രണ്ടുപേര് വരാനുണ്ട്. ചേട്ടനും ഗോകുലേട്ടനും പറഞ്ഞേ ഉള്ളൂ. നമ്മൾ 2 കാറിലാണ് വന്നത്. ഒരു കാറിൽ 5 പേരെ കയറ്റി വരും, പിന്നെ ലഗേജും ഉണ്ട്, പിന്നെ 2 കാറുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗവൺമെൻറ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ഇതൊക്കെയാണ് അവസ്ഥ ഇവിടുത്തെ. എന്തോന്ന് പറയാം, ഇവിടെയൊക്കെ എങ്ങനെയാണ്, എന്ന് മാറ്റം വരുമെന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ടൈമാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകണം. ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നത്. ആധാർ കാർഡ് എടുക്കുക, ഡീറ്റെയിൽസ് കാണിക്കണം. ഐ ആം എക്സൈറ്റഡ്. ഗൈസ് ബോർഡിങ്ങിന് നിൽക്കുകയാണ്. നമ്മൾ പോണ ഇൻഡിഗോയിലാണ്. ഇൻഡിഗോയിൽ ഇവിടുന്ന് നേരെ ഡൽഹിയിൽ നിന്ന് നേരെ ട്രിവാൻഡ്രം. ഡൽഹിയിൽ 5 മണിക്കൂർ ലേ ഔട്ടുണ്ട്. അവിടുന്ന് വേറെ ഫ്ലൈറ്റിൽ നിന്ന്. ഗൈസ് ബോർഡിങ് കഴിഞ്ഞ് ഇപ്പോൾ ചെക്കിങ്ങിന് നിൽക്കുകയാണ്. ചെക്കിങ് നല്ല ക്യൂ ഉണ്ട്. ടിക്കറ്റ് കിട്ടി. ഗൈസ് ഇത് കഴിഞ്ഞിട്ട് കാണാം. രാവിലെ കട്ടിലിൽ നിന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറി നേരെ എയർപോർട്ടിൽ നടന്ന വെള്ളം പോലും കുളിച്ചില്ല. നല്ല വെള്ളം പോയിരിക്കണം. താഴെ പോയി നോക്കാം. ഏറ്റവും കൂടുതലാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൽ വന്നത്. എന്തെങ്കിലും വാങ്ങിച്ച് സ്നാക്സ് കഴിക്കാമെന്ന് വെച്ച് വന്നതാണ്. ഒരു രക്ഷയില്ല, കിടിലൻ റേറ്റ്. നമുക്ക് ഡൽഹിയിൽ 5 മണിക്കൂർ ലേ ഔട്ടുണ്ട്. അവിടെ എനിക്കാണെങ്കിൽ ഫ്ലിപ്കാർട്ടും ഉണ്ട്. നമുക്ക് ലോഞ്ചിൽ കയറാം. അത് അവിടെ ചെന്നിട്ട് നോക്കാം. ഇവിടെ ഒരു എയർ ഇന്ത്യ കിടപ്പുണ്ട്. എനിക്കൊന്ന് ഫ്യൂല് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം ഭാരത് ബെൻസിൽ നിന്ന്. ഇതെൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൻ്റെ അകത്ത് കയറുന്നത്, ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ഇത്ര നാൾ ഞാൻ ആരെങ്കിലും കൊണ്ടാക്കുകയോ ആരെങ്കിലും വിളിക്കാൻ വരികയോ ചെയ്യുമായിരുന്നു. പുതിയ എക്സ്പീരിയൻസ് ആണ്. അവൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെന്ന് പറയുമായിരിക്കും. ചേട്ടാ എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്? കേരളയിൽ അറിയാവൂ, പക്ഷേ ആംബിയൻസ് ഒക്കെ സൂപ്പർ. ശരിയല്ലേ? പക്ഷേ ഇതിനെക്കാട്ടി കിട്ടില്ലായിരിക്കും ഡൽഹി. എല്ലാവരും അയച്ചു പോയി ക്യൂ നിൽക്കാൻ തുടങ്ങി. നമുക്കിപ്പോഴേ നിൽക്കണ്ട, ലാസ്റ്റ് കയറിയാൽ മതി. എന്തായാലും സീറ്റ് അവിടെ കാണും. അവിടെ പോയി നിൽക്കേണ്ട കാര്യമില്ല. ടിക്കറ്റ് അങ്ങനെ ചെക്ക് ചെയ്ത് കയറാൻ പോകണം ഫ്ലൈറ്റിലോട്ട്. ഗോകുലിന് 2ാമത്തോട്ടല്ലോ കേട്ടോ. ബോർഡിംഗ് ആണ് കഴിഞ്ഞത്. അത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൻ്റെ അകത്ത് ഫ്ലൈറ്റിലൊക്കെ. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, കയറാൻ പോണ ഫ്ലൈറ്റ് ഇതാണ്. ഇത് പോകുന്ന വഴി. എന്തായാലും പൊളി. സച്ച് നിൻ്റെ ഫസ്റ്റ് ടൈമാണോ? എൻ്റെ ഫസ്റ്റ് ടൈം അല്ലേ? Come on man, കേറ് ഉള്ളേ കേറ്. സൈഡൊക്കെ നോക്കിയാണ്. പക്ഷേ അകത്തോട്ട് കയറട്ടെ. ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഒരു ഫ്ലൈറ്റിൽ കയറാൻ പോകും. തൊട്ടടുത്ത ഫ്ലൈറ്റിൻ്റെ ആദ്യമായിട്ട് തൊട്ട്. സച്ചു വലത് കാലം വെച്ച് കയറും ഫ്ലൈറ്റിൽ ആദ്യമായിട്ട്. ആദ്യം വലത് കാലം വെച്ച് സീറ്റ് കയറിയിട്ട് കാണാമേ. ഇങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ ആ ഇരിക്കണല്ലേ. ഫ്ലൈറ്റ് കയറി സീറ്റ് ഇരുന്നിട്ട് കാണാമേ. സീറ്റ് സെറ്റ് ചെയ്തിട്ട് ആദ്യം കിട്ടി. വിൻഡോ സീറ്റ് കിട്ടി. ഇത് വിഷയണ്ട സീറ്റായിരുന്നു, വിൻഡോ സീറ്റ്. ഞാനാണ് ഇപ്പുറത്തായിരുന്നു. വിഷയുടെ മാറത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അവർ രണ്ടുപേരും അപ്പുറത്തുണ്ട്. ഗോകുലായിരുന്നു, സച്ചു. We would love to take off with you at the earliest. To help us get going, please keep your large bags in the overhead
बिना रक्षा ഗായ്സ് ഫ്ലൈറ്റ് റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. उपकरण का गलत इस्तेमाल ഫ്ലൈറ്റിലെ और വിങ്സ് കടന്ന് छेड़छाड़ അടിക്കുന്നുണ്ട്. करना एक दंडनीय अपराध है क्योंकि ये विमान की सुरक्षा को प्रभावित करता है। आपके सहयोग के ഗായ്സ് ചെറിയ आपकी പേടിയുണ്ട്, सुरक्षा ഇല്ലെന്ന് പറയാനില്ല. सबसे എന്നാലും महत्वपूर्ण है और हम आपसे अनुरोध करते हैं कि സന്തോഷവും आप हमारे साथ പേടിയും आपकी सुरक्षा എല്ലാം का ഒരുമിച്ച് ख्याल रखें। ഒരു ഇതിൽ और इस प्रदर्शन पर ध्यान दें। भले ही आप अनुभवी यात्री हैं, एक सुरक्षा ഞാൻ निर्देश ഫ്ലൈറ്റിൽ पत्र കയറും आपके എന്തായാലും. सामने പക്ഷേ वाली कुर्सी എന്തായാലും की पॉकेट में ഇപ്പോഴൊന്നും ഞാനൊന്നും कुर्सी की പ്രതീക്ഷിച്ചില്ല. पेटी इस तरह बांधी जाती है। कसने के लिए ഗായ്സ് ദാ ഫ്ലൈറ്റ് റൺവേ കയറി. അതാണ് എയർപോർട്ട് അങ്ങനത്തെ. ഗായ്സ് ഫ്ലൈറ്റ് യൂ ടേൺ അടിക്കുന്നുണ്ടോ? ആ ഫ്ലൈറ്റ് യൂ ടേൺ അടിക്കണം. അതാണ് റൺവേ. അപ്പോൾ അതിലോട്ട് കയറും. ഇനി പടേ 100-110 ആടാ മോനെ ആടാ. ഓ വലിച്ചെടുത്തോണ്ട് പോയി. ഇത് 100-110 അല്ല, അതിന് വേറെ എന്തോ ഉണ്ട്. ആടാ സുരക്ഷയില്ല. അണ്ണ ഒരേ പൊളി പൊങ്ങി ഫ്ലൈറ്റ് പോയി. ആടാ ഫ്ലൈറ്റ് പോയി. ബൈ ബൈ വാരണാസി, ബൈ ബൈ UP. ഗായ്സ് താഴെ കാണാനുണ്ട്, അതാണ് ഗംഗ, കാശി. താഴെ കാണുന്നതാണ് കാശിയും ഗംഗയും. വെള്ളം കുറവാണ്. ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗംഗ എങ്ങനെ കിടക്കുന്നത് കണ്ടോ? എസ് പോലെയൊക്കെയാണ് കിടക്കുന്നത്. देखो മേഘം ആകാശ് മേ മേഘം. താഴെ കണ്ട മലയുണ്ടോ? നമ്മൾ തറയിൽ ചുമ്മാ മണ്ണുകാരിങ്ങനെ ഇടുമ്പം കൂമ്പാരായിട്ടിരിക്കൂലേ, അതേപോലെ തോന്നണം ഫ്ലൈറ്റിൽ താഴോട്ട് നോക്കുമ്പോൾ. എൻ്റെ മോനെ നോക്കിയാൽ വളഞ്ഞൊക്കെ പോകണം. നമ്മൾ ഡൽഹി പോണ വഴിക്ക് ഖച്ചൂറ എയർപോർട്ടിൽ ഇറങ്ങി. അവിടെ ഫ്യൂല് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂലാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് 200 ഫീറ്റ് മുകളിലാണ്. 200 ഫീറ്റ് മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണിത്. എന്തൊക്കെയോ അവിടെ ഇവിടെ ആയിട്ട് എന്തെങ്കിലും കാണാം. അരെ യാർ കാർമേഘം ഫ്ലൈറ്റിൽ പോയ കാർമേഘത്തെ അടുത്ത് കാണാം. ഞാനിപ്പോൾ ഉള്ള ഇന്ത്യയുടെ ടോയ്ലറ്റിലാണ്. ഒരു കുട്ടി ടോയ്ലറ്റ്, ചെറിയ ടോയ്ലറ്റ് ഉള്ള. നമ്മൾ ഡൽഹി ഏകദേശം ഡൽഹി എയർപോർട്ട് എത്താറായിട്ടുണ്ട്. ഡൽഹിയുടെ
ക്രൗഡ് ഏരിയ നമ്മൾ കാണുന്നത്. നമുക്കവിടെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കവിടെ സ്റ്റേഡിയം കാണാനായിട്ട് പറ്റും. സ്റ്റേഡിയം കാണാനായിട്ട് സാധിക്കും ഇവിടെ. ഡൽഹി മെട്രോ നമുക്ക് താഴെ കാണാനായിട്ട് സാധിക്കും. മെട്രോ, ഡൽഹി മെട്രോ നമുക്ക് താഴെ കാണാം. സ്ഥലം ഡൽഹി റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ് കാണുന്നത്. ഫ്ലൈറ്റ് പതിയെ താഴേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അവിടെ നമുക്ക് എയർഫോഴ്സിൻ്റെ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. അവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറച്ച് ഹെലികോപ്റ്ററൊക്കെ കിടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുകയാണ് ഗൈസ്. ഹിയർ കംസ് ഡൽഹി. നമ്മളിതാ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ് ഗൈസ്. യെസ്, നമ്മളെത്തിയിരിക്കുന്നു. ഡൽഹി എത്തി. ഡൽഹി നമ്മൾ വന്ന ഫ്ലൈറ്റാണിത്. ഇന്ത്യയുടെ ബസ്സുണ്ട് ഇവിടെ നിന്ന് പോയി. അടുത്ത ബസ് വന്നു. എയർപോർട്ടിൻ്റെ അടുത്താണ് ഇറങ്ങിയത്. ഇവിടെ കുറച്ച് ദൂരമുണ്ട്. നമ്മൾ വന്നിറങ്ങിയ ഫ്ലൈറ്റാണ്. ഇനി ഇവിടെ 5 മണിക്കൂർ ലേ ഔട്ട് ഉണ്ട്. ഇവിടെ അത് ആദ്യമായിട്ട് കാണാം. Welcome to Indira Gandhi International Airport, Delhi. Have a very pleasant stay and thank you for choosing Indigo. We truly appreciate your business. നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയത് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. വലിയ സെറ്റപ്പാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. നമുക്ക് ബാഗ് ഇവിടെ നിന്ന് എടുക്കണ്ട. നമുക്ക് നേരെ ട്രിവാൻഡ്രത്ത് നിന്ന് കളക്ട് ചെയ്തത്. പക്ഷേ ഇവിടെ 5 മണിക്കൂർ ലേ ഔട്ട് ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല തലവേദനയായിരുന്നു ഫ്ലൈറ്റ്. ആദ്യമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര അടിയും ഭയങ്കര കുലുക്കുമായിരുന്നു. കുലുക്കവും പിന്നെ ഫ്ലൈറ്റ് യൂട്ടേൺ അടിക്കണ പോലെ വളയ്ക്കും. അപ്പോൾ അങ്ങനെ കൊണ്ട് നല്ല തലവേദനയായിരുന്നു. അപ്പം ഉറങ്ങിയില്ല. നല്ല ക്ഷീണമുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി കുറച്ച് പരിപാടി വീഡിയോ എഡിറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ പൊക്കോട്ടിരിക്കുകയാണ്. ബോർഡിംഗ് പാസ് വാരണാസിയിൽ നിന്ന് അടുത്ത് ഇവിടെ ഇല്ല. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിക്കാൻ പോവാം. ലോഞ്ച് കിട്ടി. KFC ഉണ്ട്, സബ്വേ ഉണ്ട്. ലോഞ്ച് മേളിലാണ്. അവർ പറഞ്ഞ നമ്മളൊരു FC സ്റ്റോളിൽ കയറി നോക്കി. അവർ പറഞ്ഞത് ക്രെഡിറ്റ് കാർഡ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ഡെബിറ്റ് കാർഡ് പറ്റില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് പറ്റുമോ? എൻ്റെ SBI ആണ്. നോക്കാം. ക്രെഡിറ്റ് കാർഡും ഉണ്ട്, പക്ഷേ ലോഞ്ച് ആക്സസ് ഇല്ല. എനിക്ക് വിഷയമുണ്ട്. ബാക്കിയുള്ളവർ അപ്പുറത്ത് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവർ കിട്ടിയില്ല. വെൻഡിങ് മെഷീനിൽ എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഈ റേറ്റ് തന്നെ എവിടെയും റേറ്റല്ല.
അതുകൊണ്ട് ഇതിൽ നിന്നൊരു മാസം എടുത്തു 95 രൂപ. ഒരു കുപ്പി വെള്ളത്തിന് 9 രൂപ ഉള്ളൂ. ആണ്ടോ 95 രൂപ. വലിയ വ്യത്യാസമില്ല, ഒരു 20-30 രൂപ വ്യത്യാസമുള്ളൂ. ഗൈസ്, ഈ കിടക്കണ സംഭവം മൊത്തം ഫ്രീ ആണ്, പേയ്മെൻ്റ് ഒന്നുമില്ല. ഞാനിപ്പോൾ ചോദിച്ചത് എടുത്ത് അതൊരു നല്ല കിലോ സംഭവമാണ്. ഗൈസ്, ഇപ്പം എയർപോർട്ടിൽ വന്ന മിക്ക ആൾക്കാരും വിചാരിക്കണത് ഡെബിറ്റ് കാർഡ് കൊണ്ട് ലോഞ്ച് ആക്സസ് ചെയ്യാൻ പറ്റില്ലെന്നാണ്. പക്ഷേ ഞാനിപ്പം ലോഞ്ചിൽ കയറി ഫുഡ് കഴിച്ചത് എൻ്റെ കാർഡ് തന്നെ ഇതാണ്, SBI ഇൻ്റർനാഷണൽ കാർഡാണ്, പ്ലാറ്റിനം. ഈ കാർഡ് വെച്ച് ഞാൻ ചെയ്ത്. അപ്പം നിങ്ങൾക്ക് ഈ കാർഡ് ഉണ്ടെങ്കിൽ SBI അല്ല ഏത് ബാങ്കിൻ്റെ ആയാലും ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ സംഭവം സക്സസ്ഫുള്ളാണ്. ക്രെഡിറ്റ് കാർഡ് മാത്രമല്ല, ഡെബിറ്റ് കാർഡിനും പറ്റും. ഗൈസ്, എൻ്റെ പുറകെ കണ്ട 4 ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്, 2 വിസ്താരയും 2 എയർ ഇന്ത്യയും. ഇതൊക്കെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, കാരണം സമയം പോലുള്ള 8:30 ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം എത്രയും 6:30 ആയേ ഉള്ളൂ. ഇനിയും കറങ്ങുന്ന സമയം ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുന്നു, വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ പോസ്റ്റാകും. 8:30 8:45 റിപ്പോർട്ട് ചെയ്യണം അവിടെ ഫ്ലൈറ്റ് കയറാൻ. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധി വന്നിട്ട് വലിയ കത്തിയില്ലാത്ത സംഭവം ഇതാണ്. ഇത് എന്തെങ്കിലും അല്ലറ ചില്ലറ വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. വലിയ കത്തിയില്ല, കത്തിയുണ്ട് എന്നാലും അത്ര കത്തിയില്ല. ഫ്ലൈറ്റിൽ കയറാൻ പോണ സമയം ഇവിടെ ഇല്ലല്ലോ. ഫ്ലൈറ്റ് കുറച്ചങ്ങ് പോകണ്ടേ, ബസ്സുണ്ട്. ബസ് കയറി അപ്പുറത്ത് പോകണം. ഗൈസ്, നമുക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാമേ, അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ തുമ്പി എത്തിയിട്ട് കാണാം. ഭയങ്കര തിരക്ക്. ഗൈസ്, ബസ് വന്നു. ഇത് ഫുള്ളായി. അടുത്ത ബസ് വരും. ബസ് നല്ല ക്ലീനാണ് കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ എന്തോന്നാ സച്ചു ഇവിടെ എന്തോന്നു? അതല്ല, ഇവിടെ ആൾക്കാർ കൂടിയിരിക്കണം. കുറേ നാളത്തെ ആഗ്രഹം ട്രിവാൻഡ്രത്തിലൊരു ഫ്ലൈറ്റ് വന്ന് ഇറങ്ങണമെന്ന്. ഇന്നത് സാധിക്കാൻ പോകാൻ വേണം. ഇതാണ് ആ ഫ്ലൈറ്റ്. ഇൻഡിഗോട. ഫ്ലൈറ്റ് കയറിയിട്ട് കാണാമേ. ഹലോ ഗൈസ്, ഇതാണ് നൈറ്റ് വ്യൂ. ഗായ്സ്, അങ്ങനെ ട്രിവാൻഡ്രം എത്തി. എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, നമ്മൾ പൈലറ്റാണ് ഫ്രണ്ടിൽ പോണത്. എൻ്റെ പൈലറ്റ് 4 എയർ ഹോസ്റ്റസും ഫ്രണ്ടിൽ പോകണം. ഇല്ല, 2 പേരും ഉണ്ട്. വരുമ്പം തന്നെ മറ്റേ കണ്ണൂർ തെയ്യത്തിൻ്റെ ഒരു വെൽക്കം ബോർഡ്, പിന്നെ ഒരു ഫ്ലവർ വർക്ക് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഉള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ. ബാഗ് എടുത്തില്ല, ബാഗ് എടുക്കട്ടെ. ബാഗ് കിട്ടിയാ പോവാ പോവാം. പോവാം. ഗൈസ്, അങ്ങനെ ട്രിവാൻഡ്രം എത്തി. ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും നല്ല നല്ല ട്രാവൽ വീഡിയോസുമായി വീണ്ടും കാണാം. ഇതിപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ശംഖുമുഖത്തിൻ്റെ അകത്താണ്. ശംഖുമുഖത്തിൻ്റെ അടുത്ത് നമ്മുടെ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. അപ്പോൾ ഗൈസ്, കാണാം. നല്ല നല്ല വീഡിയോസായിട്ട്, നല്ല കിടിലൻ വീഡിയോസായിട്ട് വീണ്ടും കാണാം.